വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് The Couple Who Reads. ഒത്തിരി ഓട്ടങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആനിവേഴ്സറിയുടെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പറഞ്ഞു. സോ മേക്ക് ഷുവർ ഇന്ന് നമ്മൾ അല്ലേ, ഇന്നത്തെ ദിവസം ആണ് പ്രോഗ്രാം. പക്ഷേ ഇത് എയർ ചെയ്യുന്നത് മിക്കവാറും ഈവനിങ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞങ്ങൾ തലേ ദിവസമേ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് അഗെയിൻ ഈ വീഡിയോയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ടൈറ്റിൽ പോലെ തന്നെ ഒരു പട്ടി കടിക്കാൻ വന്ന കഥയും ഉണ്ട് ഈ വർഷത്തെ ഞങ്ങളുടെ TBR ബാക്കി. അതെ, ഓക്കെ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇനി ഏതൊക്കെ ബുക്സ് വായിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ മാസത്തേക്കുള്ള റീഡ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്ട്സും എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റ് അവേ ആൻഡ് വെൻ വി ഡിസ്കസ് നമ്മൾ ഒരുമിച്ച് കൂടെ ഇരുന്ന് അതിനെ എൻജോയ് ചെയ്യാം. യെസ്, തുടങ്ങിക്കോ. സ്റ്റാർട്ടിങ് ഫ്രം സെപ്റ്റംബർ. അപ്പോൾ ഓഗസ്റ്റിൽ അറിയാമായിരിക്കും ദ ചക്കൽ മെറി സ്പിൻ കൈനീസ മാമിൻ്റെ, പിന്നെ ഹാൻഡ് ഫുൾ ഓഫ് ബിഗിനേഴ്സ് ശബന രവികുമാറിൻ്റെ. അത് നമ്മൾ വരുന്ന ആഴ്ചകൾ ഇടുന്നതാണ്. ഓക്കെ, നൗ സെപ്റ്റംബറിലെ ഫസ്റ്റ് റീഡ് എന്ന് പറയുന്നത് ഇതൊരു എക്സ്ക്ലൂസീവാണ്. കാരണം ഈ ബുക്ക് ലോഞ്ച് ചെയ്യുന്ന ദിവസമാണ് ഈ വീഡിയോ നമ്മൾ എയർ ചെയ്യുന്നത്. സോ ഇത് ഞങ്ങൾക്ക് നേരത്തെ കിട്ടി, ഞങ്ങൾ വായിച്ചു തുടങ്ങി. സോ മാഡ് ഡ്രീംസ് ആണ് നമ്മുടെ സെപ്റ്റംബറിലെ ആദ്യത്തെ റീഡ്. എന്നെങ്കിൽ പറഞ്ഞു ഭയങ്കര ഒരു വായിക്കാൻ തോന്നുന്ന ഒരു കവറും വായിക്കാൻ തോന്നുന്നു. എനിക്ക് ഇത്രയും ഈ ലെങ്തി ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ തന്നെ അത് വായിക്കാൻ തോന്നുന്നു. ആൻഡ് ഇൻഫാക്ട് ഇത് ഒരു ഗ്ലോബൽ ഫിനോമിന ആവുന്ന ഉറപ്പുള്ളൊരു വർക്കാണ്. ബ്ലാക്ക് കോമഡിയാണ്. ശരിക്കും വെനസ്ഡേ ആണ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെനസ്ഡേനെ വെല്ലുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അഗെയിൻ നമ്മളായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. വായിച്ചു തുടങ്ങിയപ്പോഴേ അങ്ങനെ ഫീൽ ചെയ്തു. അതിൻ്റെ ബ്ലർബും കവറും ഒക്കെ ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയതിൻ്റെ റീസൺ തന്നെ ദിസ് ഈസ് എ ഗ്രേറ്റ് വർക്ക്. ആൻഡ് ഇൻഫാക്ട് ഇത് പ്രീ ഓർഡറിൽ തന്നെ ഒരു സെൻസേഷനായി. ഇത് നമ്പർ 1 ബെസ്റ്റ്സെല്ലറായി. സോ വിത്തിൻ ദ പ്രീ ഓർഡർ അത് ബെസ്റ്റ്സെല്ലർ തന്നെയാണ് കയ്യിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആ എൻറ്റയർ ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പി ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഞങ്ങൾ ഇന്ന് ഓത്തറിൻ്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യും. അതായത് August 15th അന്ന് നമ്മുടെ ലോഞ്ചിൻ്റെ സമയത്ത് രോഹിത്തിനടുത്തത്. ഇതാണ് ഫസ്റ്റ് ബുക്ക്. യെസ്, ഓക്കെ. സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഒരു തമിഴ് ട്രാൻസ്ലേഷനാണ്. കരുക്ക് എന്ന് പറയുന്ന ബുക്കാണ്. ഇതൊരു ദളിത് വുമൺ, ഒരു കാത്തലിക് ആയിട്ടുള്ള ദളിത് വുമൺ എഴുതിയ പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ്, പുള്ളിക്കാരുടെ ഓട്ടോബയോഗ്രഫിയാണിത്. ഞങ്ങൾ ജനിച്ച വർഷം 1992 റിലീസാവുന്നത്. ഇത് എനിക്ക് തോന്നുന്നു തമിഴിലെ ദളിത് റൈറ്റിങ്ങിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ തന്നെ ഒരു ഫസ്റ്റ് ബുക്ക് എന്ന് പറയാവുന്നൊരു ബുക്കാണെന്ന് തോന്നുന്നു. ഇത് ഈ പുള്ളിക്കാരുടെ ബുക്സ് ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, തെലുഗു, മലയാളം ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബുക്കാണ്. ഭയങ്കര ഒരു നല്ല വർക്ക്. നല്ലൊരു വർക്ക്. ഏതായാലും വീട്ടിയുടെ തുടക്കം പറയണമെന്ന് വിചാരിച്ചാണ്. ഈ ലിസ്റ്റ് മൊത്തം ആരുടെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഇത് ഞാൻ പഠിച്ചതാണ്. ആക്ച്വലി ഞാൻ PG പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ദളിത് റൈറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ മറന്നുപോയി, ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ അത് ബാമയുടെ കരുക്ക് എന്ന് പറഞ്ഞ സെപ്റ്റംബർ റീഡ്സ് 2. ഒക്ടോബറിൽ നമ്മുടെ RK നാരായണന്റെ ബർത്ത് മന്ത് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് ദീപ്തി ഗിഫ്റ്റ് ചെയ്ത ബുക്കാണിത്. ഞാനിത് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വായിക്കും. ഒത്തിരി നല്ല ബുക്കാണ് ഇത്. ചിൽഡ്രൻസ് ക്ലാസിക് എന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ ഇത് എല്ലാ പ്രായക്കാർക്കും രസിക്കുന്ന ഒരു ബുക്കാണ്. കുറച്ച് പേജേ ഉള്ളൂ. അങ്ങനെ സോ കുറേ പേര് വായിച്ചിട്ടുള്ളതായിരിക്കും, ഇഷ്ടംപോലെ പേര് വായിച്ചിട്ടുള്ളതായിരിക്കും. അത് ഭയങ്കര പിള്ളേരുടെ ഇടയ്ക്കൊക്കെ മുതൽ ഞാൻ ചെറുതിലേ മുതൽ വായിക്കുന്ന, ഓരോ പ്രായത്തിലും ഓരോ സ്റ്റേജിലും ഞാൻ വായിച്ചോണ്ടേ ഇരിക്കും. അടുത്തത് October 31 ഇറക്കുന്ന വീഡിയോ ഹാലോവീൻ ദിവസം. അപ്പോൾ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹൊറർ ബുക്ക് എന്ന് പറയുന്നത് ഡ്രാക്കുള. August 31 ഹാലോവീൻ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ അതായിരിക്കും പറയുന്നത്. സ്പെഷ്യൽ എഡിഷൻ ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാതെ വെച്ചേക്കാണ്. അതിന്റെ ഇത് വായിക്കാൻ തരുമോ അറിയില്ല, വേറെ എഡിഷൻ ചിലപ്പോൾ വായിക്കാൻ തരുന്നത്. അടുത്തത് അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു. ഈ നവംബറിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഏറ്റവും പുതിയ മൂവി റിലീസാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് നവംബറിൽ ഫ്രാങ്കൻസ്റ്റൈൻ തന്നെ ആദ്യം വായിക്കാം. മേരി ഷെല്ലിക്ക് 19 വയസ്സ്, 17 സോറി, പണ്ട് ഞാൻ വീഡിയോയിൽ 17 എന്ന് പറഞ്ഞു. 19 വയസ്സിൽ മേരി ഷെല്ലി എഴുതിയ ബുക്കാണിത്. ഇതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നോക്കിയൊരു 19 വയസ്സായിട്ടുള്ള ഒരാൾ എഴുതിയാന്ന് വിശ്വസിക്കാനേ പറ്റില്ല.
അത്രയ്ക്ക് കിട്ടിയ ബുക്കാണ്. ഇത് വായിക്കണം. സോ അപ്പോൾ നമ്മുടെ ഒക്ടോബർ കഴിഞ്ഞു. അല്ല, ഒക്ടോബറിൽ ഫസ്റ്റ് റീഡ്. അല്ല, ഒക്ടോബർ കഴിഞ്ഞു. സെപ്റ്റംബർ കഴിഞ്ഞു. ഒക്ടോബർ കഴിഞ്ഞു. നവംബറിലെ ഫസ്റ്റ് റീഡ് ഫ്രാങ്കൻസ്റ്റൈൻ. നവംബറിലെ സെക്കൻഡ് റീഡ് എന്ന് പറയുന്നത് മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ദ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ എന്ന് പറഞ്ഞ ബുക്കാണ്. ഇത് ഭയങ്കര സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇത് വിന്റേജ് ക്ലാസിക്സിന്റെ ക്വാർട്ടർ ബൗണ്ട് എഡിഷൻ ആണ്. എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈഡിൽ കുറച്ച് ക്ലോത്തും മറ്റേ സൈഡിൽ ഹാർഡ് ബൗണ്ടും ആയിട്ടുള്ള ഒരു ഭയങ്കര സ്പെഷ്യൽ എഡിഷനാണ്. ക്വാർട്ടർ ബൗണ്ട് എഡിഷനാണ്. ഇത് മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ബർത്ത് മന്ത് ആണ് നവംബർ. അതുകൊണ്ടാണ് നമ്മൾ ഈ മാസം ഇതൊരു റീഡാക്കി വെച്ചേക്കുന്നത്. ഓക്കെ. ആൻഡ് ഫൈനലി ഡിസംബർ നമ്മുടെ ഒരു ബുക്ക് ഇവിടെ കാണുള്ളൂ. അതിന് കാരണമുണ്ട്. ജെയിൻ ഓസ്റ്റന്റെ ബർത്ത് മന്ത് ആണ്. അതുകൊണ്ട് ജെയിൻ ഓസ്റ്റന്റെ പോപ്പുലർ വർക്ക് ആയിട്ടുള്ള സെൻസ് ആൻഡ് സെൻസിബിലിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എവ്രിമാൻസ് ലൈബ്രറി എന്ന് പറഞ്ഞ പബ്ലിഷറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജർമ്മൻ പ്രിന്റഡ് ബുക്കൊക്കെയാണ്. ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റാണ്. നല്ല ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാർഡ് ബൗണ്ടാണ്. നല്ല രസമല്ലേ ഇതിന്റെ ഹാർഡ് ബൗണ്ട്. അത് ഒരു ബുക്ക് ജെയിൻ ഓസ്റ്റന്റെ. ലാസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അത് വരും. ഇത് പോയിട്രിയാണ്. ഞാൻ അശ്വിനെ ആദ്യമായിട്ട് പോയിട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്രി എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതല്ല, ഈ പോയിട്രി തന്നെ വായിക്കാറില്ലല്ലോ, കുറവല്ലേ വായിക്കുന്നത്. ശരിയാ, പണ്ട് വായിക്കായിരുന്നു ഒത്തിരി. ഞാൻ എഴുതും, കൂടുതലും പോയിട്രി വായിക്കുന്നതിനേക്കാളും കൂടുതൽ എഴുതുമായിരുന്നു. ഡെപ്ത് ഉള്ള പോയിട്രിക്ക് എനിക്ക് ഇഷ്ടം. അതെ, യെസ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിറ്റാണ് എമിലി ഡിക്കിൻസൺ. അപ്പോൾ എമിലി ഡിക്കിൻസന്റെ നമ്മുടെ പെൻഗ്വിൻ മറ്റേ ബ്ലാക്ക് ക്ലാസിക്സ് മറ്റേ കുഞ്ഞു കുഞ്ഞു ബുക്സ്, വൈറ്റ് നൈറ്റ്സ് പോലത്തെ ഒരു ബുക്കാണ്. കുഞ്ഞു കുഞ്ഞു ബുക്കിൽ അതിലൊരെണ്ണമാണ് മൈ ലൈഫ് ഹാഡ് സ്റ്റുഡ് എ ലോഡഡ് ഗൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോയിട്രി കളക്ഷൻ ആണ് നമ്മുടെ. അത് എമിലി ഡിക്കിൻസന്റെ ബർത്ത് മന്ത് ആണ് ഡിസംബർ. അതുകൊണ്ട് ഞാൻ എമിലി ഡിക്കിൻസന്റെ ഒരു വർക്ക് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാത്തിരുന്ന ഈ വർഷത്തെ TBR. വേറെ അടുത്ത് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ പട്ടി അടിക്കാമെന്ന കഥയും കൂടെ പറയാം. ഓക്കെ, ഞങ്ങൾ ഒരു ബുക്ക് ഫെസ്റ്റിന് പോയിട്ട് എന്ത് സ്റ്റേഡിയമാണ്? ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ DC ബുക്സിന്റെ പുസ്തകച്ചന്ത നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു അത്യാവശ്യം ലേറ്റ് ആയിട്ടില്ല അല്ലേ? ഒരു 7:30 7:30 ഒക്കെ ആയിട്ടുള്ളൂ. നല്ല റോഡിലൊക്കെ നിറച്ച ആളുള്ളൂ. ജീവിതത്തിൽ പല പ്രാവശ്യം അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും പട്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓർമ്മയിലില്ല. അതിന് ഓടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുറയുന്ന് വരാം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വരാം. പക്ഷേ ഇത് ഫ്രണ്ടിൽ നിന്ന് ഒരു പട്ടി കടിക്കാനായിട്ട് വന്നു. ബൈക്കിലായിരുന്നു. ഇത് പറയുന്നതിൻ്റെ റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വോണ്ട് അവർ ജസ്റ്റ് 100 people റെഗുലർ കാണുന്ന നമ്മുടെ ചാനലാണ്. അപ്പോൾ ഈ 100 പേരെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ എല്ലാവരെയും വിളിച്ച് പട്ടിക്കഥ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി വോണ്ട് യു ടു ബി സേവ് ബിക്കോസ് ഓഫ് അവർ എക്സ്പീരിയൻസസ്. എനിക്ക് പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം കാരണം വീട്ടുകാർ വാങ്ങിത്തരാത്തതിൻ്റെ കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ പട്ടിയെ പോലെ ഓളിയിടാനും കുരയ്ക്കാൻ വരെ എനിക്കറിയാം. അത് എനിക്ക് എന്നെ ഒത്തിരി നല്ല അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത്രയും ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം മൊത്തം പോയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. നാളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആനിവേഴ്സറി, മറ്റന്നാൾ നമ്മുടെ ആനിവേഴ്സറിയാണ്. നാളെ നമ്മുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ ഞൊണ്ടി ആണ് ഇപ്പോൾ ചെറുതായിട്ട് നടക്കുന്നത്. ഈ ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റിലോട്ട് എടുത്തപ്പോൾ ആ പാലം അറിയാമല്ലോ, പാലത്തിന് ഏകദേശം 1.5 feet ഹൈറ്റിലാണ് ആ ഫുട്പാത്തുള്ളത്. അതിലോട്ട് ഇടിച്ച് കയറി. അത് ഇടിച്ച് എങ്ങനെ കയറി എന്ന് അറിഞ്ഞാൽ അത്രയും ഇടിയായിരുന്നു. ഇടിച്ച് കയറി പിന്നെ അഗെയിൻ കൺട്രോൾ അപ്പോഴേ പോയായിരുന്നു. ഈ ഇടിച്ച ഫുൾ ഷോക്ക് മൊത്തം എൻ്റെ ശരീരത്തിൽ വന്നതാണ്. ഹാൻഡിൽ പിടിച്ചിരിക്കുന്നവരുടെ ശരീരത്തിലൂടെ വരുന്നത്. അത് കഴിഞ്ഞ് ദീപ്തി നല്ല അള്ളി പിടിച്ച് പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് അതും നിയറായിരുന്നു, ഭയങ്കര നിയറായിരുന്നു. അപ്പോൾ ഇത്രയും പ്രഹസനം കണ്ടപ്പോൾ പട്ടി ഒത്തിരി റബ്ബും കൂടെ ഒക്കെ കൊടുത്തപ്പോൾ പട്ടി അങ്ങ് പോയി. പിന്നെ ആ പാലത്തിൻ്റെ ഫുട്പാത്തിൽ കൂടെ കുറച്ച് പോവുക ഫ്രണ്ടിലോട്ട്. അപ്പോൾ തന്നെ സൈഡിൽ ഇടിച്ചു. അപ്പോൾ ഇടിച്ചപ്പോൾ ക്രാഷ് ഗാർഡ് ഉള്ളത് കൊണ്ട്, ഹാൻഡിൽ ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ചാടി ഇറങ്ങി തിരിച്ച് വീടെത്തി, കടകടാന്ന് ഹാർട്ട് ബീറ്റ് അടിച്ചിട്ട്. പക്ഷേ കാല് വന്നിട്ട് ഈ ബ്രിഡ്ജിൻ്റെയും ഈ പറഞ്ഞ പോലെ ബൈക്കിൻ്റെയും ഇടയിൽ ചെറുതായിട്ടൊന്ന് പെട്ടിട്ട് ആ ഒരു ഷോക്കിൽ ഒരു സൈഡിൽ ഇത്തിരി ചതവും മുറിവും ഒക്കെ സംഭവിച്ചു. അപ്പോൾ
പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്കും പട്ടിയൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഉള്ള ഇഷ്ടം പോയി. ബി സേഫ്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എങ്ങാനും വേണ്ടുന്നെങ്കിൽ പട്ടി ഞങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്തു. ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്ക് 1% പോലും ഇനി പട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് തോന്നത്തില്ല. അപ്പോൾ നൗ ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം എക്സ്പീരിയൻസ് ആണ് ആൾക്കാരെ അങ്ങനെ ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് അഗെയിൻ അത് പറയുമ്പോൾ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്. എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടി വരും. ഒരുപാട് അൺസർട്ടനിറ്റീസ് ആയിരുന്നു. ഒന്നും വേണ്ട, ആ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീഴേണ്ടതായിരുന്നു. അത്രയും റിസ്കി ആയിട്ടുള്ള സംഭവം ലൈഫിൽ നടന്നിട്ടിരിക്കുകയാണ്. സോ അഗെയിൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ സേഫ്റ്റി ആണ് എന്തായാലും പ്രയോറിറ്റി എന്നുള്ളത് ദർ ഇസ് നോ ഡൗട്ട്. ആൻഡ് ഇപ്പോൾ കോടതി അതിന് അനുകൂലമായിട്ട് വിധികളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ബി കെയർഫുൾ. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സിസ്റ്റർ കൺസേൺഡ് ഒരു ഓണർ പുള്ളിക്കാരന് 17 പ്രാവശ്യം, പുള്ളിക്കാരൻ കാസർഗോഡുകാരനാണ്, ട്രിവാൻഡ്രത്ത് വന്നിട്ട് 17 പ്രാവശ്യം പട്ടി ഓടിച്ചു നമ്മൾ സൈക്കിളിൽ. അപ്പോൾ എഗെയിൻ ഇതെല്ലാം ഒരു സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ട് വി തോട്ട് ടു അഡ്രസ് ഇറ്റ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഒരു ജോക്കല്ല. പക്ഷേ മേക്ക് ഷുവർ ഞങ്ങളിപ്പോൾ നടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കേണ്ട അവസ്ഥ പോലെയാണ്. ഇപ്പം എന്താ വെച്ചാൽ നടക്കാൻ പോകാൻ ബൈക്ക് എടുത്ത് പോവുക എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ റിസ്കി ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര കാമായിട്ട് കിടന്നൊരു പട്ടിയാണ്. പെട്ടെന്ന് പിള്ളേരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് പേര് ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. ഒരുപാട് പേര് എനിക്കൊന്ന് 1 ലക്ഷത്തിന് മേളിൽ എങ്ങാണ്ട് തന്നെ പട്ടികടി ഏറ്റെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു. നമ്മളെല്ലാരും ഇൻക്ലൂസീവ് ആയിട്ട് ചിന്തിക്കണം. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ കാറുണ്ട്, വീട്ടിൽ നിന്ന് കാറിൽ പോയി നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വരെ കാറിൽ പോയി ഇറങ്ങി പിന്നെ തിരിച്ച് കാറിൽ വരുന്നു. അങ്ങനെയുള്ളവർ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. നടന്നു പോയി ബസ്സിൽ കയറി തിരിച്ച് നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിൽ കയറി പോകുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിയോട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മളൊരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ ഇരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു സങ്കടം ഇല്ലാതെ ഞാൻ പറയുകയാണ്. ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ബി ഇൻ ദിസ് കണ്ടീഷൻ ദാറ്റ് ഐ ഹേറ്റ് ഡോഗ്സ് എന്നുള്ള രീതി വന്നു. കാരണം അത് എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് വെൻ ഐ ഷെയർഡ് വിത്ത് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്, ഹി ഓൾസോ സെഡ് പുള്ളിക്ക് ആയിരുന്ന കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് പട്ടി ഓടിച്ചിട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് പട്ടി ഇഷ്ടമല്ല. സോ അഗെയിൻ ബി സേഫ്. പട്ടി ഉണ്ടെങ്കിൽ ആ വഴി പോകാതിരിക്കുക. ആ പാലത്തോടെ ബൈക്കും ഓടിച്ചുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ പോകാൻ ഞാൻ ധൈര്യപ്പെടുത്തില്ല. കാരണം യു കാൻ ഡു എനിത്തിങ്. അത് വൺ വേ ആണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റും, ലെഫ്റ്റിലോട്ടല്ല, വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഓപ്ഷൻലെസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ഇനി എന്തായാലും ഒരു പട്ടിയുടെ മുമ്പിലോട്ട് ഞങ്ങൾ പോയി ചാടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതോറിറ്റീസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് എടുക്കണം. പട്ടിയെ കൊണ്ട് കളയുന്ന ആൾക്കാർ പട്ടിയെ വാങ്ങിച്ച് കുറെ നാളെ വളർത്തിയിട്ട് കൊണ്ട് കളയുമ്പോൾ അത് കൂടുതൽ അഗ്രസീവ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പോൾ എഗെയിൻ എന്തായാലും അതിന് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. ഒരു ബുക്ക് ചാനലിൽ നമ്മളിത് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് നമ്മൾ പട്ടി അടിക്കാൻ വന്ന കഥ എന്ന് തന്നെ ആക്കിയത്. ഒരുപാട് റെലവൻസ് ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ്. സോ അഗെയിൻ സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ഇത് എനിക്കൊരു പട്ടി അടിക്കാൻ വന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ. അനുഭവിച്ചപ്പോൾ മനസ്സിലായി ജീവൻ പോണതിന് തുല്യമായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് തമാശയല്ല, അത് വരുമ്പോഴേ അറിയുള്ളൂ. കാരണം ഞാൻ പട്ടിയെ സ്നേഹിക്കും, പട്ടിയെ പേടിയില്ലാതെ കൊഞ്ചിക്കാനൊക്കെ ലാളിക്കാനൊക്കെ പോകുന്ന ആളാണ്. അതെല്ലാം മാറി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് എപ്പിസോഡ്. സോ അണ്ടിൽ നെക്സ്റ്റ് ഫ്രൈഡേ, ബൈ. അപ്പോൾ നമ്മുടെ ഈ മാസത്തെ റീഡ്സുമായിട്ട് വരുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ബൈ.